ഹായ് ഡിയേഴ്സ്, ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫീൽഡ്സിന്റെ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം. നോട്ട്ബുക്ക് ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ, പേന എടുക്കുക കേട്ടോ. നോട്ട്സ് എഴുതിയെടുക്കണം, പേന എടുക്കുക. പക്ഷെ ഒരു കാര്യം ചോദിക്കാം, നിങ്ങൾ വാട്ടർ മോളിക്യൂൾ കേട്ടിട്ടുണ്ടല്ലോ. വാട്ടർ മോളിക്യൂളിന്റെ ഷേപ്പ് എന്താണ്? വാട്ടർ മോളിക്യൂളിന്റെ ഷേപ്പ് H2O മോളിക്യൂൾ. വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് H2O മോളിക്യൂൾ? വാട്ടർ ഡ്രോപ്പ് അല്ല കേട്ടോ, മോളിക്യൂളിന്റെ ഷേപ്പ് ആണ്. എന്ത് ഷേപ്പ് ആയിരുന്നു? ഇൻവേർട്ടഡ് വി ഷേപ്പ് എന്നാണ് നമ്മൾ പറയാ അല്ലെ. ഇൻവേർട്ടഡ് വി ഷേപ്പ്, അതായത് ഈ ഒരു രീതിയിലാണ് വരുന്നത്. ഇവിടെ നമ്മുടെ 2 ഹൈഡ്രജൻസ്, ഇവിടെ ഓക്സിജൻ അല്ലെ. അപ്പൊ ഈ രീതിയിലാണ് നമ്മുടെ വാട്ടർ മോളിക്യൂളിന്റെ ഷേപ്പ്. ഇനി നോക്കൂ, ഈ വാട്ടർ മോളിക്യൂളിൽ ഇപ്പൊ 2 ഹൈഡ്രജൻ ഇവിടെ വന്നു, ഓക്സിജൻ ഇവിടെയാണ്. ഓക്കെ, ഹൈഡ്രജൻ ഓക്സിജൻ കൺസിഡർ ചെയ്താൽ ഇതിൽ ഏതാണ് മോർ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റം? ഈ ഇലക്ട്രോ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇലക്ട്രോ നെഗറ്റീവ് ഇലക്ട്രോൺസിനെ കൂടുതൽ അട്രാക്ട് ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്താ പറയാ? ഇലക്ട്രോ നെഗറ്റീവ്. ഓക്കെ, അപ്പൊ ഓക്സിജൻ ആൻഡ് ഹൈഡ്രജൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ മോർ ഇലക്ട്രോ നെഗറ്റീവ് ഏതാണ്? ഓക്സിജൻ ആണ്. അപ്പൊ ഈ ഓക്സിജന് നമ്മൾ പാർഷ്യൽ നെഗറ്റീവ് ചാർജ് ആണ് കിട്ടുന്നത്. ഹൈഡ്രജൻ എന്തായിട്ട് മാറും? ഓട്ടോമാറ്റിക് ആയിട്ട് പോസിറ്റീവ് ചാർജ് വരും അല്ലെ. അപ്പൊ ഇവിടെയും ഇതേപോലെ ഹൈഡ്രജൻ പോസിറ്റീവ് ചാർജ് ആവും, ഓക്സിജൻ നെഗറ്റീവ് ആവും. ഇനി മാഷോട് ചോദിക്കട്ടെ, ഈ ഹൈഡ്രജൻസ് 2 ഇങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പൊ ഇവിടെ എഫക്റ്റീവ് പോസിറ്റീവ് ചാർജ് എവിടെയാ വരിക? ദാറ്റ് ഈസ് ദ സെന്റർ ഓഫ് പോസിറ്റീവ് ചാർജ് ഇവിടെയായിരിക്കും അല്ലെ. സെന്റർ ഓഫ് പോസിറ്റീവ് ചാർജ് എന്ന് പറയുന്നത് ഇവിടെയാണ് വരിക. അതുപോലെ വേർ ഇസ് ദ സെന്റർ ഓഫ് നെഗറ്റീവ് ചാർജ്? അറ്റ് ദി ഓക്സിജൻ. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സീ ദാറ്റ് നമ്മുടെ എഫക്റ്റീവ് പോസിറ്റീവ് ചാർജും എഫക്റ്റീവ് നെഗറ്റീവ് ചാർജും തമ്മിൽ ചെറിയൊരു സെപ്പറേഷൻ ആണ്. ഏതാണ്ട് ആ ബോണ്ട് ലെങ്ത്തിന്റെ ഒരു ലെങ്ത് ആണ് വരുന്നത് അല്ലെ, ആ സെപ്പറേഷൻ. ഇങ്ങനെ ഒരു മോളിക്യൂളില് സെന്റർ ഓഫ് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും സെപ്പറേറ്റഡ് ആണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് പോളാർ മോളിക്യൂൾ എന്നാണ് പറയുക. എന്താണ്? പോളാർ മോളിക്യൂൾ. ഓക്കെ, അപ്പൊ പോളാർ മോളിക്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് എ ഡെഫിനിഷൻ? എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം? ഇഫ് ദ സെന്റർ ഓഫ് പോസിറ്റീവ് ചാർജ് do not coincide with the center of negative charge, such a molecule is called polar molecule. Clear ayo? Appo what is an example for polar molecule? H2O. ഇതേപോലെ വേറൊരു എക്സാമ്പിൾ പറഞ്ഞേ, വേറൊരു എക്സാമ്പിൾ ഏത് പറയാം? NaCl അല്ലെ, സോഡിയം ക്ലോറൈഡ്. ഇതിലെപ്പോഴും സോഡിയം പോസിറ്റീവും ക്ലോറിൻ നെഗറ്റീവ് ആണ് വരിക. അപ്പൊ അവിടെ ഒരു സെപ്പറേഷൻ വന്നു കഴിഞ്ഞില്ലേ. അപ്പൊ സോഡിയം ക്ലോറൈഡ്, പിന്നെ HCl. അപ്പൊ ഇങ്ങനെ ഒരുപാട് മോളിക്യൂൾസ് ഉണ്ട്. അപ്പൊ എന്ത് നോക്കിയിട്ടാണ് നമ്മളത് പോളാർ ആണോ അല്ലയോ എന്നുള്ളത് തിരിച്ചറിയുന്നത്? ചാർജുകളുടെ എഫക്റ്റീവ് പോയിന്റുകൾ, അതായത് എഫക്റ്റീവ് പോസിറ്റീവ് ചാർജും എഫക്റ്റീവ് നെഗറ്റീവ് ചാർജും തമ്മിലൊരു സെപ്പറേഷൻ ഉണ്ടെങ്കിൽ അത്തരം മോളിക്യൂൾസിനെ നമുക്ക് എന്ത് പറയാം? പോളാർ മോളിക്യൂൾസ്. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ഇതിന്റെ എക്സാമ്പിൾ ചോദിക്കാറുണ്ട്. അപ്പൊ ഒരു മോളിക്യൂൾ കിട്ടിക്കഴിഞ്ഞാൽ അത് പോളാർ ആണോ അല്ലയോ എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയണം. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന അനദർ ക്വസ്റ്റ്യൻ ആണ്, മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. വൈ സോഡിയം ക്ലോറൈഡ് എന്ന് വെച്ചാൽ നമ്മുടെ ഉപ്പ് അല്ലെ, ഈസ് ഈസിലി സൊല്യൂബിൾ ഇൻ വാട്ടർ. സോഡിയം ക്ലോറൈഡ് വെള്ളത്തിൽ പെട്ടെന്ന് ലയിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കും. അപ്പൊ ഒറ്റ കാര്യമുള്ള അതിന്റെ ആൻസർ എന്ത് പറഞ്ഞാൽ മതി? ഈ 2 മോളിക്യൂൾസും പോളാർ മോളിക്യൂൾസ് ആണ്. ഓക്കെ, 2 മോളിക്യൂൾസും പോളാർ മോളിക്യൂൾസ് ആണ്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ അതിന്റെ ആ ഒരു ഭാഗം എഴുതിയെടുക്കും. പക്ഷെ അതിൽ ആദ്യം H2O മോളിക്യൂളിന്റെ ഡയഗ്രാം കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ എനിക്ക് ചോദിക്കാൻ വൈറ്റ് പോളാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വരച്ച് കാണിക്കണം. ക്ലിയർ? ദെൻ അതിന്റെ എക്സാമ്പിളും ഡെഫിനിഷനും എഴുതിയെടുക്കാം. എഴുതിയെടുത്തോ? ഓക്കെ, ഓക്കെ, അപ്പൊ എഴുതിയെടുത്തല്ലോ അല്ലെ.
ഇനി ഞാൻ വേറൊരു മോളിക്കൂൾ പറയുന്നു. മാഷ കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്കൂൾ, CO2 മോളിക്കൂൾ. CO2 മോളിക്കൂളിന്റെ ഷേപ്പ് എങ്ങനെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ലീനിയർ ആണ് അല്ലെ. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ ലീനിയർ മോളിക്കൂൾ ആണ് അല്ലെ. അതായത് ഇങ്ങനെ ഡബിൾ ബോണ്ടില് രണ്ട് ഭാഗത്തായിട്ടാണ് ഓക്സിജൻ വരുന്നത്. അപ്പൊ ഇതില് ഏതാണ് കൂടുതൽ ഇലക്ട്രോനെഗറ്റീവ്? എമംഗ് കാർബൺ ആൻഡ് ഓക്സിജൻ വിച്ച് ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവ്? ഏതാണ്? ഓക്സിജൻ തന്നെയാണ് ഇലക്ട്രോനെഗറ്റീവ്. അപ്പൊ ഓക്സിജൻ ആണ് ഇതില് പാർഷ്യൽ നെഗറ്റീവ് ചാർജ് കിട്ടുക. ഓക്സിജൻ കൂടുതൽ ഇലക്ട്രോൺ വലിക്കുന്നത് കൊണ്ട് പാർഷ്യൽ നെഗറ്റീവ് ചാർജ് ആയിട്ടാണ് വരിക. നൗ വാട്ട് അബൌട്ട് കാർബൺ? ഓട്ടോമാറ്റിക് ആയിട്ട് പോസിറ്റീവ് ചാർജ് വരും അല്ലെ. അപ്പൊ ഹിയർ വേർ ഈസ് ദ സെന്റർ ഓഫ് എഫക്റ്റീവ് പോസിറ്റീവ് ചാർജ്? സെന്റർ ഓഫ് പോസിറ്റീവ് ചാർജ് എവിടെയാണ്? നമ്മുടെ കാർബണിന്റെ മുകളിലാണ് സെന്റർ ഓഫ് പോസിറ്റീവ് ചാർജ്. ഇനി സെന്റർ ഓഫ് നെഗറ്റീവ് ചാർജ് എവിടെയാ വരിക? നോക്കൂ, രണ്ട് ഭാഗത്തായിട്ടല്ലേ നെഗറ്റീവ് ചാർജ് വന്നത്. അപ്പൊ സെന്റർ ഓഫ് നെഗറ്റീവ് ചാർജ് എന്ന് പറയുമ്പോൾ ഇതിന്റെ മുകളിൽ തന്നെയാണ് വരിക അല്ലെ. അപ്പൊ ഈ മോളിക്കൂളിന്റെ പ്രത്യേകത എന്താണ്? നോക്കിയേ, സെന്റർ ഓഫ് പോസിറ്റീവ് ചാർജും സെന്റർ ഓഫ് നെഗറ്റീവ് ചാർജും ഒരേ പോയിന്റിലാണ് വരുന്നത് അല്ലേ. ദാറ്റ് മീൻസ് the center of positive charge coincide with the center of negative charge. ഇത്തരം മോളിക്യൂൾസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോൺ പോളാർ മോളിക്യൂൾ. നോൺ പോളാർ മോളിക്യൂൾ. അപ്പൊ വാട്ട് യു മീൻ ബൈ നോൺ പോളാർ മോളിക്യൂൾ? ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പറയാം? ഇൻ എ മോളിക്യൂൾ ഇഫ് ദ സെന്റർ ഓഫ് പോസിറ്റീവ് ചാർജ് എന്താണ്? കോയിൻസൈഡ് ചെയ്യാം. അപ്പൊ കോയിൻസൈഡ് വിത്ത് ദ സെന്റർ ഓഫ് നെഗറ്റീവ് ചാർജ്, സച്ച് എ മോളിക്യൂൾ ഈസ് കോൾഡ് നോൺ പോളാർ മോളിക്യൂൾ. ക്ലിയർ ആയോ? അപ്പൊ ഇവിടെ എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ഡയാറ്റോമിക് മോളിക്യൂൾസും, ഓൾ ഡയാറ്റോമിക് മോളിക്യൂൾസ്, എല്ലാ ഡയാറ്റോമിക് മോളിക്യൂൾസും എന്താണ്? നോൺ പോളാർ മോളിക്യൂൾ ആയിട്ടാണ് വരിക. അതായത് H2, O2, N2 ഇങ്ങനെ പറയുന്നതെല്ലാം നോൺ പോളാർ മോളിക്യൂൾസ് ആയിട്ടാണ് വരുന്നത്. ക്ലിയർ? അപ്പൊ എനിക്ക് ചോദിക്കാം, ഇപ്പൊ CO2 നമ്മൾ പറഞ്ഞത് നോൺ പോളാർ ആണ്. വാട്ട് അബൌട്ട് കാർബൺ മോണോക്സൈഡ്? പിന്നെ ഓക്സിജൻ നെഗറ്റീവും കാർബൺ പോസിറ്റീവ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഇവിടെ കാർബൺ മോണോക്സൈഡ് വരുന്നത് പോളാർ ആയിട്ടാണ് കേട്ടോ. അപ്പൊ അത് എപ്പോഴും ഓർത്ത് വയ്ക്കണം. കാർബൺ മോണോക്സൈഡ് പോളാർ ആണ്, കാർബൺ ഡൈ ഓക്സൈഡ് നോൺ പോളാർ ആണ്. ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ മാഷവിടെ കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്കൂളിന്റെ ഒരു ഡയഗ്രാം വരച്ചിട്ടുണ്ട്. അത് എഴുതിയെടുക്കുക. പിന്നെ എന്താണ് അതിന്റെ ഡെഫിനേഷൻ എഴുതുക. എക്സാമ്പിൾ പഠിച്ചു വെക്കുക. പരീക്ഷയ്ക്ക് അപ്പൊ കുറെ മോളിക്യൂൾസ് തന്നിട്ട് അതിൽ ഐഡന്റിഫൈ ദ പോളാർ മോളിക്യൂൾ, ഐഡന്റിഫൈ ദ നോൺ പോളാർ മോളിക്യൂൾ എന്നുള്ള രീതിയിലാണ് ചോദ്യം വരിക കേട്ടോ. അപ്പൊ അതൊന്ന് നോക്കി എഴുതിയെടുക്കൂ. എഴുതിയെടുത്തോ? കഴിഞ്ഞില്ലേ? ഓക്കെ. ഇനി ഇതിൽ നമ്മൾ കൂടുതലും ഡീൽ ചെയ്യുന്നത് പോളാർ മോളിക്യൂൾസിനെയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ വാട്ടർ മോളിക്യൂൾസിന്റെ കേസിൽ നേരത്തെ നമ്മൾ വരച്ചിരുന്നു. 2 ഹൈഡ്രജൻ 1 ഓക്സിജൻ H2O. ഇതിൽ ഹൈഡ്രജൻ പോസിറ്റീവും കാർബൺ ഓക്സിജൻ നെഗറ്റീവ് ആണ്. അപ്പൊ ഇവിടെ പോസിറ്റീവ് ചാർജ് വരുന്നു, ഇവിടെ നെഗറ്റീവ് ചാർജ് വരുന്നു. അതായത് പക്ഷെ വരച്ചത് സെന്റർ ഓഫ് പോസിറ്റീവ് ചാർജ് ഇവിടെയും സെന്റർ ഓഫ് നെഗറ്റീവ് ചാർജ് ഇവിടെയാണ്. അപ്പൊ ഈ രണ്ട് ചാർജുകൾ തമ്മിൽ ഒരു സെപ്പറേഷൻ വരുന്നുണ്ട് അല്ലെ. ഇങ്ങനെയുള്ള ഒരു അറേഞ്ച്മെന്റിന്, അതായത് 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ വെരി സ്മോൾ ഡിസ്റ്റൻസ്, ഇതിന് നമ്മളൊരു പേര് പറയും. ഇറ്റ് ഈസ് കോൾഡ് ഇലക്ട്രിക് ഡൈപോൾ എന്നാണ് പറയും. വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്, പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് വരുന്ന ഒരു ഭാഗം. അപ്പൊ വാട്ട് യു മീൻ ബൈ an ഇലക്ട്രിക് ഡൈപോൾ? ഇവിടെ തന്നെയാണ് അല്ലെ. ഡൈ എന്ന് പറഞ്ഞാൽ 2 എന്നാണ്. പോൾ, പൊളാരിറ്റി എന്നാണ് ഉദ്ദേശിക്കുന്നത്, ചാർജ്. അപ്പൊ ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ എന്താണ് പറയാ? 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ്
separated by a very small distance is called an electric dipole. അപ്പൊ ഈ സെപ്പറേഷൻ നമുക്കിപ്പോ ഇങ്ങനെ ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ രീതിയിൽ കാണിക്കാം. നോക്കൂ, ഒരു പ്ലസ് ക്യൂ മൈനസ് ക്യൂ സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസിനെ നമ്മൾ 2L എന്നാണ് കാണിക്കുക കേട്ടോ. 2L എന്ന് കാണിക്കും, ചിലപ്പോൾ 2A എന്നായിരിക്കും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ. അപ്പൊ എന്ത് വേണമെങ്കിലും കാണിക്കാം, 2L എന്നുള്ള രീതിയിലാണ് എടുക്കുക. ഈ സെപ്പറേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡൈപോൾ ലെങ്ത് എന്നാണ് പറയുക കേട്ടോ. ഡൈപോൾ ലെങ്ത്. അപ്പൊ വാട്ട് യു മീൻ ബൈ an electric dipole? Two equal and opposite charges separated by a small distance is called an electric dipole. Now, what is the distance? 2L and is called dipole length. Clear ആയോ? അപ്പോ ഭാഷ ഡെഫിനിഷൻ കാണിക്കുന്നു എന്ന് എഴുതിയെടുക്കൂ. ഇലക്ട്രിക് ഡൈപോളിന്റെ ഡയഗ്രാം എന്ന് പറയുന്നത് ഒന്നുമില്ല, 2 equal and opposite charges ഒന്ന് വരച്ച് കാണിക്കുക, സെപ്പറേഷൻ കാണിക്കുക. ഓക്കെ, ദെൻ അതിന്റെ ഡെഫിനിഷൻ ഒന്ന് എഴുതിയെടുക്കൂ. എഴുതി കഴിഞ്ഞോ? ഓക്കെ. ഇനി നോക്കൂ, നമ്മളൊരു ഡൈപോൾ, ഇലക്ട്രിക് ഡൈപോൾ പറഞ്ഞു. 2 equal and opposite charges separated by a small distance. അതിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു പിന്നെ പൊളാരിറ്റി എന്ന് പറയുന്നത് വളരെ ചെറിയ ഡിസ്റ്റൻസിലാണ് സെപ്പറേഷൻ വരുന്നത് കേട്ടോ. ഒരു ബോണ്ട് ലെങ്ത്തിന്റെ ഓർഡറിലാണ്, അല്ലാണ്ട് വളരെ വലിയൊരു ദൂരത്തിൽ ഇങ്ങനെ രണ്ട് ചാർജിനെ സെപ്പറേറ്റ് ചെയ്യുന്നതല്ല പറയുന്നത്. വളരെ ചെറിയ ദൂരമാണ് ഈ ഒരു സെപ്പറേഷൻ വരുന്നത്. ഓക്കെ, ഈ ഒരു ഡൈപോളിന്റെ സ്ട്രെങ്ത് എന്ന് വെച്ചാൽ എന്താണ്? ശക്തി. ഈ ഒരു ഡൈപോളിന്റെ സ്ട്രെങ്ത് എന്തെല്ലാം കാര്യങ്ങളെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവുക? എന്തൊക്കെയായിരിക്കും? ഒന്ന് ചാർജ് തന്നെ അല്ലെ. ചാർജിന്റെ ഇന്റൻസിറ്റി കൂടുകയാണെങ്കിൽ അതിന്റെ സ്ട്രെങ്ത് കൂടുതലായിരിക്കുമല്ലോ. ദെൻ സെപ്പറേഷൻ നമ്മളിവിടെ കാണിച്ച 2M. അപ്പോ ഒരു ഡൈപോളിന്റെ സ്ട്രെങ്ത് കാണിക്കാൻ നമ്മൾ വേറൊരു ടേം ആണ് ഉപയോഗിക്കുന്നത്. ആ ടേമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എന്നാണ് പറയുക കേട്ടോ. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് നമ്മൾ അതിനെ P എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് കാണിക്കുക. P എന്ന് പറയുന്ന ലെറ്റർ. അപ്പൊ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ചാർജ്, അതായത് രണ്ടും തുല്യമായിട്ടുള്ള ചാർജ് ആണ്. അപ്പൊ അതിലെ ഒരു ചാർജ്, വൺ ഓഫ് ദ ചാർജ് എന്നാണ് പറയുക. പിന്നെ സെപ്പറേഷൻ എന്ന് വെച്ചാൽ 2M. അപ്പൊ ഈ രണ്ട് ക്വാണ്ടിറ്റികളുടെ പ്രോഡക്റ്റ് ആണ് എന്ത്? ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്. അപ്പൊ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് it is defined as the product of one of the charge and dipole length. ഏതെങ്കിലും ഒരു ചാർജും ഡൈപോൾ ലെങ്ത്. ഓക്കെ, അപ്പൊ ഇക്വേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ എഴുതുന്നത്. ഇനി ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഓർത്തു വെക്കാനുണ്ട്. ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ക്വാണ്ടിറ്റി ആയിരിക്കും? Is it a vector or scalar? ഡൈപോൾ മൊമെന്റ് എന്നാണ് പറയുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. നമ്മളിവിടെ വെക്ടർ സൈൻ ഇട്ട് വെക്കാം. അപ്പൊ ഇത് വെക്റ്റർ ക്വാണ്ടിറ്റി ആണെങ്കിൽ, ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞില്ലേ. അപ്പൊ വെക്റ്റർ ക്വാണ്ടിറ്റി ആണെങ്കിൽ ഇറ്റ് ഷുഡ് ഹാവ് എ ഡെഫിനിറ്റ് ഡയറക്ഷൻ അല്ലെ. അതിനൊരു ഡയറക്ഷൻ വേണം. അപ്പൊ അതിന്റെ ഡയറക്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടാണെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് രണ്ട് ചാർജ് അല്ലേ ഉള്ളത്. അപ്പൊ എവിടെ നിന്ന് എങ്ങോട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ it is from negative charge to positive charge. നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ വരുന്നത്. നിങ്ങൾ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരുന്നു? മറന്നുപോയാ? ഇലക്ട്രിക് ഫീൽഡ് പോസിറ്റീവ് ചാർജിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ആരുടെ ഡയറക്ഷൻ പറയുന്നത്? ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ. അപ്പൊ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇവിടെ നിന്ന് ചോദിക്കുന്ന ഒരു കാര്യമാണ്, എല്ലായ്പ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് വെക്ടറും ഡൈപോൾ മൊമെന്റ് വെക്ടറും
തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ എത്രയാണെന്ന് ചോദിക്കും. വാട്ട് ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ആൻഡ് ഡൈപോൾ മൊമെന്റ് വെക്ടർ? ഒന്ന് പറഞ്ഞേ. ഇവിടെ നോക്കൂ, ഇലക്ട്രിക് ഫീൽഡ് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ്, ഡൈപോൾ മൊമെന്റ് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ്. അപ്പൊ എന്താ വരിക? ആംഗിൾ. വാട്ട് ഈസ് ദി ആൻസർ? 180 ഡിഗ്രിയിലെ ആന്റി പാരലൽ ആയിട്ടല്ലേ വരുന്നത്. ദാറ്റ് ഈസ് 180 ഡിഗ്രി. ക്ലിയർ ആയോ? ഓക്കെ. ഇനി വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്? അതിന്റെ യൂണിറ്റ് എഴുതാൻ പറഞ്ഞാൽ എങ്ങനെ എഴുതും? ഇവിടെ നോക്കൂ, ചാർജിന്റെ യൂണിറ്റും ലെങ്ത്തിന്റെ യൂണിറ്റും നേരെ എങ്ങനെ എഴുതിയാൽ പോരെ? ചാർജിന്റെ യൂണിറ്റ് എന്താ വരിക? കുളൂം അല്ലെ? അവിടെ ക്യാപിറ്റൽ സി എന്ന് കാണിക്കുക. മീറ്റർ. ഇത് സെന്റിമീറ്റർ എന്നായി പോകരുത് കേട്ടോ. ചെറിയ സി എഴുതിയാൽ സെന്റിമീറ്റർ എന്ന് വായിക്കും. കൂളും മീറ്റർ. അപ്പൊ ഒന്നുകിൽ അങ്ങനെ തന്നെ എഴുതുക, അല്ലെങ്കിൽ വേർഡ്സിൽ എഴുതി വെക്കുക കുളൂം മീറ്റർ. ക്ലിയർ ആയോ? കുളൂം മീറ്റർ എന്നാണ് വരിക. അപ്പൊ ഇതില് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റില് ഓർത്തു വെക്കേണ്ട കുറച്ച് കാര്യങ്ങള്. ഇറ്റ് ഷോസ് ദ സ്ട്രെങ്ത് ഓഫ് ആൻ ഇലക്ട്രിക് ഡൈപോൾ. ആദ്യം ഓർക്കേണ്ടത് അതാണ്. ഒരു ഡൈപോളിന്റെ സ്ട്രെങ്തിനെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടേം ആണ് ഡൈപോൾ മൊമെന്റ്. ഇനി ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഡയറക്ഷൻ പറഞ്ഞു വരുന്നത് നെഗറ്റീവ് ചാർജിൽ നിന്ന് പോസിറ്റീവ് ചാർജിലേക്കാണ് ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ പറയുക. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫീൽഡും ഡൈപോൾ മൊമെന്റും തമ്മിലുള്ള ആംഗിൾ എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ 180 ഡിഗ്രി എന്നാണ് പറയുക കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്തോളൂ. പക്ഷെ എഴുതി തരുന്ന നോട്ട്സിൽ ചിലപ്പോൾ അത് ഉണ്ടാവില്ല. അതൊന്ന് നോട്ട് ചെയ്യാം കേട്ടോ. ഇലക്ട്രിക് ഫീൽഡും ഡൈപോൾ മൊമെന്റും തമ്മിലുള്ള ആംഗിൾ 180 ഡിഗ്രി ആണ്. ഇനി വാട്ട് ഈസ് SI യൂണിറ്റ് എന്ന് വെച്ചാൽ കുളൂം മീറ്റർ. ചാർജിന്റെയും ലെങ്തിന്റെയും കൂടെ മീറ്റർ യൂണിറ്റ് നേരെ അങ്ങനെ എഴുതി വെക്കുക. ഓക്കെ, കുളൂം മീറ്റർ. അപ്പൊ ആ ഡെഫിനിഷൻസും ആ പോയിന്റ്സ് ഒക്കെ ഒന്ന് എഴുതിയെടുക്കേ. നോക്കി എഴുതിയെടുക്കൂ. എഴുതി കഴിഞ്ഞില്ലേ? നോക്കൂ, പക്ഷെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു അല്ലെ? നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്, ഓരോ കേസിലും നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരച്ചിരുന്നു. അതില് ഒരു സിറ്റുവേഷൻ നമ്മൾ വരച്ചത്, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനെ നമ്മൾ എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യുന്നത്? ഇവിടെ നോക്കി അല്ലെ? ഈക്യു ഡിസ്റ്റൻസ് പാരലൽ സ്ട്രേറ്റ് ലൈൻസ് ആയിട്ടാണ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡില് നമ്മളൊരു ഡൈപോളിനെ പ്ലേസ് ചെയ്യാന്ന് വിചാരിക്കൂ. വി ആർ പ്ലേസിംഗ് എ ഡൈപോൾ. അതായത് ഡൈപോൾ എന്ന് പറയുമ്പോൾ ഒരു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. ഇവിടെ ഒരു -q കാണിച്ചു, ഇവിടെ ഒരു +q കാണിച്ചു അല്ലെ? അപ്പോ ഇവിടുത്തെ ഡൈപോളിന്റെ ഡയറക്ഷൻ വരുന്നത് എങ്ങനെയാ? ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ -q ൽ നിന്ന് +q ലേക്ക്. Now you can see that the dipole moment makes an angle theta with the direction of electric field അല്ലെ? ഈ ഡൈപോൾ മൊമെന്റും ഇലക്ട്രിക് ഫീൽഡും തമ്മിൽ ഒരു ആംഗിൾ ഉണ്ടാക്കുന്നില്ലേ? തീറ്റ. ഓക്കെ, ഇനി വീണ്ടും കഴിഞ്ഞ ക്ലാസ്സിൽ എന്നതാ പറഞ്ഞ ഓരോന്നും കണ്ടിന്യൂഷൻ ആണ്. മുമ്പ് പഠിച്ചതിന്റെ ബാക്കിയാണ് ഈ പറയുന്നത്. ഓക്കെ, ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഒരു ചാർജ് Q നമ്മൾ ഈ ഇലക്ട്രിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ ആ ചാർജിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് നമ്മൾ എങ്ങനെയാ പറയാ? വാട്ട് ഈസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ ചാർജ് Q പ്ലേസ്ഡ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് E? എന്താ പറഞ്ഞിരുന്നത്? QE അല്ലെ? ചാർജ് ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ് E. ഇനി വാട്ട് അബൌട്ട് ദ ഡയറക്ഷൻ? പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് അതേ ഡയറക്ഷനിലാണ് പോസിറ്റീവ് ചാർജിന് ഫോഴ്സ് അനുഭവപ്പെടുക. വാട്ട് അബൌട്ട് നെഗറ്റീവ് ചാർജ്? അത് -QE എന്നാണ് വരിക അല്ലെ? അപ്പൊ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫോഴ്സ് അനുഭവപ്പെടുക. നമ്മൾ ഡയറക്ഷൻ ഓപ്പോസിറ്റ് കാണിച്ചുകൊണ്ട് പിന്നെ -q എന്ന് കാണിക്കണ്ട. അപ്പൊ QE ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പൊ ഇവിടെ നോക്കൂ, ആ ഡൈപോളില് ഒരു പെയർ ഓഫ് ഫോഴ്സസ് അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന, നമ്മൾ ഇങ്ങനെ വെച്ചിരിക്കുന്ന ഒരു ഡൈപോളില് അല്ലെ, രണ്ട് ഭാഗത്തും ഒരു ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ട്. ഇവിടെ ഇങ്ങോട്ട് തള്ളി കൊടുക്കുന്നു, ഇവിടെ ഇങ്ങോട്ടാണ്. അപ്പൊ നമുക്ക് വടിവിലാക്കാൻ കണ്ടോ? ഇറ്റ് വിൽ സ്റ്റാർട്ട് ടു റൊട്ടേറ്റ്. റൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ എക്സ്പീരിയൻസ് എ ടോർക്ക്. ആ ഡൈപോളിന് എന്തനുഭവപ്പെടും? ഇറ്റ് വിൽ എക്സ്പീരിയൻസ് എ ടോർക്ക്.
ഓക്കെ, അപ്പൊ നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്ന കാര്യം എന്താണ്? നമ്മളോട് ചോദിക്കുക ഡിറൈവ് an expression for the torque acting on an electric dipole placed in a uniform electric field. അപ്പൊ അതിനുള്ള ഡെറിവേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. ടോർക്ക് എല്ലായ്പ്പോഴും നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ടോർക്ക് കണ്ടുപിടിക്കുക വൺ ഓഫ് ദ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്നല്ലേ പറയാം. അപ്പൊ ഇവിടെ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സസ് തമ്മിലുള്ള ലംബമായ ദൂരം കൂടെ നമുക്കൊന്ന് കാണണം. അപ്പൊ ഇവിടെ നോക്കൂ, ഇതാണ് ഒരു ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് അല്ലെ, ഇത് അടുത്ത ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ്. അപ്പൊ ഇവ തമ്മിലുള്ള ലംബമായ ദൂരം കണ്ടുപിടിക്കാൻ നമ്മളിവിടെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യുന്നു. ഓക്കെ, ഞാൻ ഇവിടെ എ എന്ന് കൊടുത്തു, ഇവിടെ ബി എന്ന് കൊടുത്തു, സി എന്ന് കൊടുത്തു. അപ്പൊ ഈ ഒരു ഡെറിവേഷൻ ചെയ്യാൻ നമുക്ക് ഈ ഡയഗ്രാം വേണം കേട്ടോ. ഇനി ഈ ലെങ്ത് നമുക്കറിയാലോ, ഡൈപോളിന്റെ ലെങ്ത് അല്ലേ, അത് നമ്മൾ 2L എന്നല്ലേ കൊടുക്കാറ്. ഓക്കെ, അപ്പൊ ഈ ഡയഗ്രാം ഒന്ന് വരയ്ക്കണേ. നമ്മളോട് ചോദിക്കുക എന്താണ്? ഡിറൈവ് an expression for the torque acting on an electric dipole placed in a uniform electric field. അപ്പൊ നമ്മൾ വരയ്ക്കുന്ന ഡയഗ്രാം എങ്ങനെയാ? ആദ്യം കുറെ ലൈൻസ് വരച്ചു അല്ലെ, അത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് കാണിച്ചു. ഇനി അതിലൊരു ഡൈപോളിനെ വെച്ചു, -q + q. ഓക്കെ, അതിലെ ഫോഴ്സിനെ കാണിച്ചു. ഇവിടെ ഇങ്ങോട്ടാണ് QE വരുന്നത്, ഇവിടെ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അതേ ഡയറക്ഷനിലാണ് QE വരുന്നത്. ഓക്കെ, നൗ 2L സെപ്പറേഷൻ കാണിച്ചു, ഇവിടുത്തെ ആംഗിൾ തീറ്റ. അപ്പൊ ഇവിടുത്തെ ലംബമായിട്ടുള്ള ദൂരം BC എന്നാണ്. അപ്പൊ നോക്കൂ, ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് വെച്ചിരിക്കുന്ന ഡൈപോളിലെ നെറ്റ് ഫോഴ്സ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് ഈസ് യുവർ ആൻസർ? വാട്ട് ഈസ് ദ നെറ്റ് ഫോഴ്സ്? ആകെയുള്ള ഫോഴ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെ, ഒന്ന് QE ആണ് പ്ലസ് -QE എന്നല്ലേ പറയാ. ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് അല്ലേ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരുന്നു. അപ്പൊ ടോട്ടലി എന്തായിട്ട് മാറും? 0. അപ്പൊ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡില് ഒരു ഡൈപോൾ വെച്ച് കഴിഞ്ഞാൽ ആ ഡൈപോളിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് 0 ആണ്. ബട്ട് ദർ ഈസ് എ ടോർക്ക്, അതിനൊരു ടോർക്ക് അനുഭവപ്പെടുന്നുണ്ട്, പക്ഷെ നെറ്റ് ഫോഴ്സ് എന്താണ്? 0 ആണ്. ഓക്കെ, അപ്പൊ ആ ടോർക്കാണ് നമ്മളിനി കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ ഡയഗ്രാം ഒന്ന് വരച്ചു വെക്കാം കേട്ടോ. വരച്ചില്ലേ? ഓക്കെ, അപ്പൊ ടോർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? നമ്മൾ ചെറിയ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്, ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. ടോർക്ക് ഈസ് ഈക്വൽ ടു, നമ്മൾ ടോർക്കിനെ ടോ എന്ന് പറയുന്ന സിമ്പിൾ ആണ് കാണിക്കുക അല്ലെ. ടോർക്ക് ഈക്വൽ ടു വൺ ഓഫ് ദ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്നാണ് പറയാ അല്ലെ. വൺ ഓഫ് ദ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് നമ്മള് ടോർക്കിനുള്ള ഇക്വേഷൻ എഴുതുന്നത്. അപ്പൊ ഇവിടെ എന്തായിരിക്കും? വൺ ഓഫ് ദ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ടും ഒരേ ഫോഴ്സ് തന്നെയല്ലേ, QE എന്നാണ് വരുന്നത് അല്ലെ. അപ്പൊ QE എന്ന് എഴുതി ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇവിടെ ഏതാണ്? BC എന്ന് പറയുന്ന ദൂരമാണ് അല്ലെ. അപ്പൊ BC എന്ന് എഴുതി വെച്ചു ഈക്വൽ ടു QE ഇൻറ്റു, ഇവിടെ നോക്കൂ, ഈ ഒരു ട്രയാങ്കിളിൽ നിന്ന് നമുക്ക് ഈ ഓപ്പോസിറ്റ് സൈഡ് കിട്ടണം. ഇവിടുത്തെ ആംഗിൾ തീറ്റയാണ്, ഈ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് വരുന്നത് 2L ആണ്. അങ്ങനെയാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് എപ്പോഴും എന്തായിരിക്കും അല്ലേ? അത് നമ്മൾ സൈൻ തീറ്റ എന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ 2L സൈൻ തീറ്റ എന്നല്ലേ കിട്ടുക. ഈ സൈഡ് എങ്ങനെയാ? ഈ ട്രയാങ്കിളില് സൈൻ തീറ്റ ഈക്വൽ ടു എന്താ വരിക? ഓപ്പോസിറ്റ് സൈഡ് BC ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് കർണം ഏതാണ്? 2L. Therefore, ഇതിൽ നിന്ന് BC ഈക്വൽ ടു എന്താ വരുന്നത്? 2L സൈൻ തീറ്റ. ഇതന്നെയാണ് മാഷോട് എഴുതിയത്. ഓക്കെ, ഇവിടെ ആംഗിൾ തീറ്റ വരികയാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് 2L സൈൻ തീറ്റയാണ് വരിക. ക്ലിയർ ആയോ? അപ്പൊ അതിവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക 2L സൈൻ തീറ്റ. ഇനി മാഷ് ഇതിനെ ഒന്ന് മാറ്റി എഴുതാൻ പോവാണ്. ആദ്യം Q ഇൻറ്റു 2L ഒന്നിച്ചെഴുതി, Q 2L ഒന്നിച്ചെഴുതി, ദെൻ E എന്ന് എഴുതി സൈൻ തീറ്റ. ഈ Q ഇൻറ്റു 2L എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാ അല്ലെ? കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ, ഇപ്പം ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് P അല്ലേത്. അപ്പൊ ഈക്വൽ ടു PE സൈൻ തീറ്റ. അപ്പൊ ഇതാണ് ടോർക്കിനുള്ള ഇക്വേഷൻ. ടോ ഈസ് ഈക്വൽ ടു PE സൈൻ തീറ്റ. ഇതില്
ടോർക്ക് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ നമുക്ക് ആ ഡയറക്ഷൻ കൂടി അതിന് കാണിക്കും. അപ്പൊ ഡയറക്ഷൻ കാണിക്കുമ്പോൾ നമ്മള് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ഇവിടെ നമ്മൾ ഡയറക്ഷൻ ഇടുമ്പോൾ ഇത് നോക്കൂ, ഇത് രണ്ടും വെക്റ്റർ ക്വാണ്ടിറ്റീസ് ആണ് അല്ലെ. അതിന്റെ കൂടെ സൈൻ തീറ്റ വന്നു കഴിഞ്ഞാൽ നമ്മൾ എ ബി സൈൻ തീറ്റ എന്ന് എഴുതിയിരുന്നത് ഏത് പ്രോഡക്റ്റിന്റെ റിസൾട്ട് ആയിട്ടാണ്? നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ 2 പ്രോഡക്റ്റ് പഠിച്ചില്ലേ, ഡോട്ട് പ്രോഡക്റ്റും ക്രോസ് പ്രോഡക്റ്റും അല്ലെ. ഇത് ഏത് പ്രോഡക്റ്റ് ആയിട്ടാണ് ഇങ്ങനെ എഴുതുക? ക്രോസ് പ്രോഡക്റ്റ്. അതുകൊണ്ട് നമ്മൾ ടോർക്കിനുള്ള ഇക്വേഷൻ എഴുതുമ്പോൾ ടോ വെക്റ്റർ ഈസ് ഈക്വൽ ടു പി വെക്റ്റർ ക്രോസ് ഇ വെക്റ്റർ എന്നാണ് എഴുതുക. ടോ ഈസ് ഈക്വൽ ടു പി ക്രോസ് ഇ. ഇതാണ് നമ്മൾ എന്തായിട്ട് എഴുതിയിട്ടുള്ളത്? പി ഇ സൈൻ തീറ്റ ആയിട്ട് എഴുതിയിട്ടുള്ളത്. ക്ലിയർ ആയോ? അപ്പൊ അതിന്റെ ഡെറിവേഷൻ വെരി ഇമ്പോർട്ടന്റ്, പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. എഴുതിയെടുക്കുക കേട്ടോ. മാഷ് അത് ബോർഡിലുള്ളത് ക്ലിയർ അല്ലെങ്കിൽ നോട്ട്സ് പോലെ തന്നിട്ടുണ്ട്, അതൊന്ന് നോക്കി എഴുതിയെടുക്കുക. ഓക്കെ. നോക്കൂ, ഇവിടെ എന്താ പരീക്ഷയ്ക്ക് കുറച്ച് കാര്യങ്ങൾ ഒബ്ജക്റ്റീവ് ടൈപ്പിലോ വൺ വേർഡ് ആൻസറിലോ ഒക്കെ ചോദിക്കാം. ഒന്ന്, ഈ ടോർക്കിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ടോർക്ക്? ഡയറക്ഷൻ ഓഫ് ടോർക്ക് എങ്ങനെയാണ് ഡയറക്ഷൻ വരിക? ഇവിടെ നോക്കൂ, ടോർക്കിന് നമ്മൾ ക്രോസ് പ്രോഡക്റ്റ് ഓഫ് പി ആൻഡ് ഇ എന്നല്ലേ എഴുതിയത്? ക്രോസ് പ്രോഡക്റ്റ് ഓഫ് പി ആൻഡ് ഇ എന്നാണ് എഴുതിയത്. ക്രോസ് പ്രോഡക്റ്റിന്റെ റിസൾട്ടിന്റെ ഡയറക്ഷൻ എപ്പോഴും എങ്ങനെയായിരിക്കും? എങ്ങനെയാ? പെർപെൻഡിക്കുലർ അല്ലേ ടു ബോത്ത് പി ആൻഡ് ഇ. നമ്മുടെ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റും ഫീൽഡും കിടക്കുന്ന പ്ലെയിൻ രണ്ടിനും കൂടെ ലംബമായിട്ടാണ് എന്ത് വരിക? ടോർക്ക് വരിക. ടോർക്ക് ഈസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് പി ആൻഡ് ഇ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ടോർക്കിനെ നമ്മൾ ഈ രീതിയിലാണ് എഴുതിയത് അല്ലെ, പി ഇ സൈൻ തീറ്റ എന്നാണ് എഴുതിയത്. അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, എപ്പോഴാണ് ടോർക്ക് മാക്സിമം ആവുന്നത്? മാക്സിമത്തിന്റെ കണ്ടീഷൻ എന്താണ്? അതുപോലെ മിനിമത്തിന്റെ കണ്ടീഷൻ എന്താണ്? എങ്ങനെയാ പറയാ? ഇവിടെ സൈൻ തീറ്റ എന്നാണ് വരുന്നത് അല്ലെ. അപ്പൊ തീറ്റ 0 ആണെങ്കിൽ സൈൻ 0 എന്നല്ലേ വരിക. അപ്പൊ റിസൾട്ട് 0 ആയിരിക്കും. തീറ്റ 90 ആകുമ്പോൾ സൈൻ 91 എന്നാണ് വരിക അല്ലെ. അപ്പോ മാക്സിമം ആയിരിക്കും വരിക. അപ്പൊ ഇങ്ങനെ വരേണ്ടത് പി ആൻഡ് ഇ ഡൈപോൾ മൊമെന്റും ഇലക്ട്രിക് ഫീൽഡും തമ്മിൽ പെർപെൻഡിക്കുലർ ആണെങ്കിൽ 90 ഡിഗ്രിയിലാണെങ്കിൽ ടോർക്ക് മാക്സിമം. അപ്പൊ മാക്സിമം ടോർക്ക് ഈസ് ഈക്വൽ ടു നമുക്ക് പി ഇ എന്ന് എഴുതാം അല്ലെ. മാക്സിമം ടോർക്ക് ഈസ് ഈക്വൽ ടു പി ഇ. അപ്പൊ ആദ്യത്തെ കണ്ടീഷൻ എന്താണ്? when the dipole moment, നിങ്ങൾ dipole is perpendicular to electric field, perpendicular എന്ന് വെച്ചാൽ 90 ഡിഗ്രി ആണെങ്കിൽ the torque is maximum equal to P. ഇനി when the dipole and electric field are parallel to each other, parallel എന്ന് പറയുമ്പോൾ 0 ഡിഗ്രി. If the dipole is parallel to the electric field, എന്താ വരിക? Torque is minimum equal to 0 എന്നാണ് വരിക. ക്ലിയർ ആയോ? അപ്പോ when the dipole is experience maximum torque, when the dipole experience minimum torque, ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് കണ്ടീഷൻസ് ആണ് പറയേണ്ടത്. ഓക്കെ. ഇനി പരീക്ഷയ്ക്ക് ചോദിക്കുന്ന അനദർ പ്രശ്നമാണ്, ഒരു ഇലക്ട്രിക് ഡൈപോളിനെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ നാച്ചർ ഓഫ് മോഷൻ ഓഫ് ദ ഡൈപോൾ? ഇതിന്റെ പല രീതിയിൽ ചോദിക്കും. വാട്ട് ഈസ് ദ നെറ്റ് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ ഡൈപോൾ? പല രീതിയിലും ചോദിക്കും. അതേപോലെ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ അതിനെ ഫീൽ ചെയ്യുന്ന ഫോഴ്സ് എന്താണ്, ടോർക്ക് എന്താണ്, അതുപോലെ അതിന്റെ നാച്ചർ ഓഫ് മോഷൻ എന്താണ്? അപ്പൊ ഇവിടെ ഓർത്തു വെക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ ഒരു ഡൈപോളിനെ നമ്മൾ വെക്കുന്നത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലാണെന്ന് വിചാരിക്കുക. The dipole is placed in a uniform electric field.
അങ്ങനെയാണെങ്കിൽ ആ ഡൈപോളിലെ നെറ്റ് ഫോഴ്സ് 0 ആണ്. നെറ്റ് ഫോഴ്സ് 0 ആണ്. ബട്ട് നെറ്റ് ഫോഴ്സ് 0 ആണ്. ബട്ട് എക്സ്പീരിയൻസ് എ ടോർക്ക്. എക്സ്പീരിയൻസ് എ ടോർക്ക്. അതിലെ നെറ്റ് ഫോഴ്സ് മാത്രമാണ് 0. അതിനെന്തുണ്ടാവും? ഒരു ടോർക്ക് അനുഭവപ്പെടും. എപ്പോഴും അത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ് പ്ലേസ് ചെയ്തെങ്കിൽ. ഒന്നും കൂടെ പറയാം, ഒരു ഡൈപോളിന് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ് വെച്ചിരിക്കുന്നതെങ്കിൽ അതിലെ നെറ്റ് ഫോഴ്സ് 0 ആണ്. ബട്ട് ഇറ്റ് വിൽ എക്സ്പീരിയൻസ് എ ടോർക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡില് വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് മോഷൻ? നെറ്റ് ഫോഴ്സ് 0 ആണെങ്കിൽ അതിന് നോ ലീനിയർ മോഷൻ ഓർ ട്രാൻസ്ലേറ്ററി മോഷൻ. ആ ഡൈപോളിന് ട്രാൻസ്ലേറ്ററി മോഷൻ ഉണ്ടാവില്ല. നോ ട്രാൻസ്ലേറ്ററി ഓർ നോ ലീനിയർ മോഷൻ. ഓൺലി റൊട്ടേഷണൽ മോഷൻ. ആ ടോർക്ക് കാരണം അത് കിടന്ന് കറങ്ങാൻ തുടങ്ങും, റൊട്ടേറ്റ് ചെയ്യും. പക്ഷെ എന്തുണ്ടാവില്ല? നേരെ ഇങ്ങനെ മൂവ് ചെയ്യില്ല. അതാണ് ട്രാൻസ്ലേറ്ററി മോഷൻ കൊണ്ട് നേരെ മൂവ് ചെയ്യുക, അല്ലെങ്കിൽ ലീനിയർ മോഷൻ. ലീനിയർ മോഷൻ ഉണ്ടാവില്ല, റൊട്ടേഷണൽ മോഷൻ ഉണ്ടാവും. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ ഓർത്ത് വെക്കണം കേട്ടോ. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഒരു ഡൈപോളിൽ വെച്ച് കഴിഞ്ഞാൽ, വേണമെങ്കിൽ ഈ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഒരു ഡൈപോളിൽ വെച്ച് കഴിഞ്ഞാൽ നെറ്റ് ഫോഴ്സ് 0 ആണ്. ബട്ട് എക്സ്പീരിയൻസ് ടോർക്ക്. അതുകൊണ്ട് തന്നെ ലീനിയർ മോഷൻ ഉണ്ടാവില്ല. നോ ട്രാൻസ്ലേറ്ററി മോഷൻ. ഹാവ് ഓൺലി റൊട്ടേഷണൽ മോഷൻ. The dipole will have only rotational motion. ഇനി ഇതേപോലെ തന്നെ നമ്മളോട് ചോദിക്കുന്ന അനദർ കേസ് ആണ്, നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണ് ഈ ഡൈപോളിൽ വെക്കുന്നതെങ്കിൽ. നോൺ യൂണിഫോം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പല പോയിന്റിലും പല ഫോഴ്സ് ആണ് ആ ചാർജിന് എക്സ്പീരിയൻസ് ചെയ്യുക, അല്ലേ? അപ്പൊ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ, നോൺ ഒരുപോലെ അല്ലാത്തത് എന്നാണ് ഇതിന്റെ മീനിങ്, അല്ലേ? നോൺ യൂണിഫോം. നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലാണ് ഒരു ഡൈപോളിന് വെക്കുന്നതെങ്കിൽ എന്തായിരിക്കും? നേരത്തെ നമ്മുടെ നെറ്റ് ഫോഴ്സ് 0 ആവാനുള്ള കാരണം എന്താ? ആ രണ്ട് ചാർജിലും ഒരേ ഫീൽഡാണ് കിട്ടിയിരുന്നത്, അല്ലെ? അതുകൊണ്ട് തുല്യമായി വന്നു, ക്യാൻസൽ ചെയ്തു. ഇവിടെ അങ്ങനെയാണോ? ഒരു ചാർജിൽ അനുഭവപ്പെടുന്ന ഫീൽഡാണോ മറ്റേ ചാർജിൽ ഉണ്ടാവുക? അല്ല. അതുകൊണ്ട് നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? 0 അല്ല. ഓർത്ത് വെക്കേണ്ടതാണ്, നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നോട്ട് ഈക്വൽ ടു 0. കാരണം ക്യാൻസൽ ചെയ്ത് പോകണമെന്നില്ല. ഓക്കെ. നെറ്റ് ടോർക്കും ഉണ്ടാവും. അതായത് ടോർക്കും എന്താണ്? നോൺ സീറോ വാല്യൂ ആണ്. എക്സ്പീരിയൻസ് എ ടോർക്ക്. experiences a torque. അപ്പൊ the dipole will have both the net force and torque. രണ്ടും ഉണ്ടാവും. നെറ്റ് ഫോഴ്സും അനുഭവപ്പെടും, ടോർക്കും അനുഭവപ്പെടും. ഇപ്പോ ഒരു ഡൈപോളിന്റെ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണ് വെക്കുന്നതെങ്കിൽ. അതുകൊണ്ട് തന്നെ it will experience both translatory and rotational motion. ട്രാൻസ്ലേറ്ററി ആൻഡ് റൊട്ടേഷണൽ മോഷൻ ആണ് ആ ഒരു ഡൈപോളിന് അനുഭവപ്പെടുക. ക്ലിയർ ആയോ? അപ്പൊ ഈ രണ്ട് പോയിന്റ്സ് ഓർത്ത് വെക്കണം കേട്ടോ. യൂണിഫോം ഫീൽഡ് എങ്ങനെയാണ്, നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ്. നോൺ യൂണിഫോം എന്ന് കൂടെ പറയാം, നെറ്റ് ഫോഴ്സും ഉണ്ടാവും, ടോർക്കും ഉണ്ടാവും. രണ്ടും 0 ആവില്ല, രണ്ടും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ രണ്ട് രീതിയിലുള്ള മോഷനും അവിടെ പോസിബിൾ ആണ്. നേരെ ഇങ്ങനെ പോകുന്നുണ്ടാവും, അതിന്റെ കൂടെ കറങ്ങുകയും ചെയ്യും. അപ്പൊ ബോത്ത് ട്രാൻസ്ലേറ്ററി ആൻഡ് റൊട്ടേഷണൽ മോഷൻ ആണ് നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് വരെ. ക്ലിയർ? ഇപ്പൊ മാഷ തന്നിരിക്കുന്ന പോയിന്റ്സ് ഒക്കെ ഒന്ന് എഴുതിയെടുക്കൂ. എഴുതിയെടുക്കില്ലേ? ഓക്കെ, കഴിഞ്ഞോ? ഓക്കെ. അപ്പൊ നമുക്ക് ഇതിന്റെ അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. ഓക്കെ, താങ്ക് യു.